ഷൈനി അമ്മ വേഷം അതൊക്കെ കാണാനും എൻ്റെ മോനെ ഇഷ്ടപ്പെടാനും ഒരുപാട് പേരുണ്ട്. ഇവള് പോലും അവൻ്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് ഇറങ്ങി വന്നല്ലേ. എൻ്റെ ഒരു ഷൈനി. ഞാൻ ഈ പറഞ്ഞാൽ ഒരു 10-17 വർഷത്തോളമായി ഈ ഫീൽഡിൽ. കുറേ സിനിമ, സീരിയൽ, ഷോർട്ട് ഫിലിം, ആഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെ സംബന്ധിച്ച് നല്ലൊരു മെസ്സേജുള്ള ഒരു ഷോർട്ട് ഫിലിമാണിത്. പിന്നെ എനിക്ക് തന്നൊരു ക്യാരക്ടർ അമ്മയാണ്. അമ്മ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മക്കളോട്, എനിക്ക് 2 ആൺമക്കളാണ്, അവരോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ഇത് വെച്ചിട്ട് ആ പവറിലാണ് ഞാൻ ചെയ്തത്. കാരണം വെച്ചാൽ അത്രയും പ്രായമുള്ള മക്കളെ നമ്മളും മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ആ ഒരു പവർ എന്നാലും അടിയൊക്കെ കൊടുക്കേണ്ട അവസ്ഥ വന്നു. 5 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. അല്ലല്ല, ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുമ്പോൾ ഏതമ്മയായാലും അടിച്ചു പോവുമല്ലോ. എൻ്റെ മക്കളെ ഞാൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പ്രവൃത്തിയൊന്നും കാണിച്ചിട്ടില്ല. അല്ലാതെ ഉള്ള കാര്യത്തിന് നമ്മൾ അടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴല്ല, നേരത്തെയൊക്കെ. ആമ്പിള്ളേരാകുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ നിലക്കി നിർത്തണമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു പവർഫുൾ ക്യാരക്ടറാണ് കിട്ടിയത്. അപ്പം ശിവചേട്ടൻ പറഞ്ഞ് നന്നായിട്ട് ചെയ്യണം, അമ്മയാണ് അതിൻ്റെ അകത്ത് ഇത് നിൽക്കണത്. അപ്പം ആ ഒരു പവറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. നന്നായിട്ടുണ്ടല്ലോ അല്ലേ? ഒരുവിധം ഷൈനി എന്ന് പറഞ്ഞാൽ ഷൈനിയുടെ ഈ നേരത്തെ ശിശിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടർ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ ഷൈനിയായിരുന്നു. കാരണം ഷൈനിന് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു 10-12 വർഷമായിട്ട് എനിക്കറിയാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ വർക്കിയിട്ടുള്ള ആളൊക്കെ സീരിയലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ, കാരണം ഇതിൽ അനീഷ് എന്ന് പറഞ്ഞ ആൾ ഇത്തിരി സൈസുള്ള ആളാണ്. അപ്പോൾ അമ്മയും എനിക്ക് അതുപോലെ സൈസുള്ള ആൾ വേണം. അത് മാത്രമല്ല അഭിനയിക്കുന്ന ഒരാളായിരിക്കണം. കാരണം ഷിബു ഒരു സാധനം ചെയ്തിട്ട് എന്തെന്നാണ് കാണിച്ചു വെച്ചാൽ ആ പുള്ളിക്കാരത്തി അമ്മ ശരിയായില്ല എന്ന് പറയാനുള്ള ഒരു സംഭവം ഉണ്ടാവരുത്. അപ്പോൾ ഞാൻ ഷൈനി വിളിച്ച് ചോദിച്ചു, ഷൈനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ചെന്ന ഷോർട്ട് ഫിലിം വരാൻ പറ്റുമോ? ശിവചേട്ടാ ഞാൻ എപ്പോൾ വന്നു വെച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം. കാരണം ഷൈനി വരുമല്ലോ. അങ്ങനെ ഷൈനി വന്ന്, ഷൈനും ഈ പറഞ്ഞ പോലെ അമ്മ വേഷം ഞാൻ ഷൈനോട് പറഞ്ഞു, ഷൈനി എൻ്റെ മനസ്സിലുള്ള അമ്മ ഇങ്ങനത്തെ ഒരു ഇതാണ്, മകനെ സപ്പോർട്ട് ചെയ്യണ ഒരു ക്യാരക്ടറാണ്, തൻ്റെ ഇടയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷൈനി പറഞ്ഞു, ശിവചേട്ടൻ അങ്ങനത്തെ ഒരു വേഷം ഞാൻ കാത്തിരിക്കുകയായിരുന്നു അല്ലേ, വേഷം കാത്തിരിക്കുകയായിരുന്നു, ഇത് ഞാൻ നന്നാക്കി ചേട്ടാന്ന് പറഞ്ഞു. ആ സ്ക്രിപ്റ്റ് കൊടുത്ത് വായിച്ച് ആൾക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അത് ഇപ്പോൾ ശശി പറഞ്ഞ പോലെ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് അത് കൃത്യമായിട്ട് ഡയലോഗ്സൊക്കെ അത് പ്രസൻറ്റ് ചെയ്ത് എനിക്കത് കൃത്യമായിട്ട് തന്നു. ഞാൻ ഷൈനി നന്ദി പറയുകയാണ്. ചേച്ചിയുടെ വരവും വന്നിട്ടുള്ള ഒരു സാധനം ഒറിജിനലാണത്. അമ്മ ചെയ്യണ അത് ചിലപ്പോൾ കിട്ടിയാലും വലിയ തെറ്റൊന്നുമില്ല. എനിക്കായിട്ട് നമ്മളൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാൻ സീൻ ഇവിടെ നിൽക്കുമ്പോൾ കൊണ്ട് ഇവിടെ ക്ലിയർ ഇവിടെ വേദനയാണ്. പക്ഷെ അത് നല്ലൊരു തരുന്നത്. അങ്ങനെ ആയതുകൊണ്ട് വളരെ നന്നായി. ഡബിങ്ങിന് ചെന്നപ്പോ തന്നെ അന്ന് ശിവചേട്ടൻ നമ്മള് തന്നെ ഡബിങ്ങിന് ചെന്നിട്ടുണ്ടല്ലോ അവിടെ തന്നെ ശിവചേട്ടൻ പറയുന്നത് ചേച്ചിയുടെ അത് ബാലു മറ്റേ മദ്യവെച്ചിട്ട് കസ്റ്റമർ ഇരിക്കുന്ന സീനും ചേച്ചി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വരുമ്പോഴേക്കല്ല മുഖത്തുള്ള ഒരു പറഞ്ഞൂല. ചേച്ചി എന്നിട്ട് നല്ല ഭംഗിയായിട്ട് കറക്റ്റ് നല്ല രീതിയിൽ ചെയ്തത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടെന്ന് പറയുന്നത്. അടുക്കളയിൽ ചാരി കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇതിനകത്ത് എല്ലാവരും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുമല്ല, ഒറിജിനാലിറ്റിയാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ അതങ്ങോട്ട് വെച്ചിട്ട് കാച്ചുവാണ്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ നമ്മൾ പക്കയായിട്ട് ചെയ്യുക, അതാണ്. ഇതിനകത്ത് എല്ലാവരും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊരു വിജയമാവട്ടെ, ഒരു വൻ വിജയമാവട്ടെ. എന്നാലും ശിവചേട്ടന് അതിൻ്റെ ഉള്ള നല്ലൊരു ഇനിയും ചെയ്യാനുള്ള നല്ലൊരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം കുറേ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു ഇതിൽ സംരംഭം എല്ലാവരും ഈ സെറ്റിൽ തന്നെ നമുക്കൊരു കുടുംബം പോലെയാണ് ഞങ്ങളെല്ലാവരും കഴിഞ്ഞത്. ആർക്കും ഒരു വേർതിരിവോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ചെയ്തതാണ് ഇതിൻ്റെ ഒരു വിജയം തന്നെ. എല്ലാവരും സന്തോഷമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും പ്രേക്ഷകർ കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.